ഞാൻ കണ്ട ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കും കാട്ടിത്തരാം. ഇറങ്ങിയപ്പോ തന്നെ ഒടുക്കത്തെ വെയിലായിരുന്നു. പക്ഷെ ആദ്യമേ തന്നെ കണ്ടത് ഈ പുള്ളിയുടെ അടുത്തുനിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കണതാണ്. എന്താണെന്ന് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഗൂഗിൾ നോക്കാനുള്ള നെറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ പോയത് ഇവിടുത്തെ ഫേമസ് സെന്റർ സ്ക്വയറിലേക്കാണ്. ഗ്രാൻഡ് പ്ലേസ് എന്നും പറയും. ഈ ഏരിയ അത്യാവശ്യം ടൂറിസ്റ്റ് കൊണ്ട് ക്രൗഡഡ് ആയിരുന്നു. ആൻഡ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഇവിടുത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് ഗോൾഡ് ലീഫ് വെച്ചിട്ടാണെന്നാണ് ChatGPT എന്നോട് പറഞ്ഞത്. അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്റെ സിവിൽ എഞ്ചിനീയർ ബ്രെയിൻ വെച്ചിട്ട് ഇവിടുത്തെ ബിൽഡിംഗ്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ കരുതി. ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത് ഇവിടെ എല്ലാവരും തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ സാധനം വാഫിൾസ് ആണ്. പിന്നീട് മനസ്സിലായത് ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് ഈ സാധനം ഒന്ന്. ചുറ്റിനും വാഫിൾസിന്റെ കടയുണ്ട്. ഞാൻ നോക്കിയിരിക്കുന്ന കണ്ടിട്ടാണെന്ന് അറിയില്ല. ആ ചേച്ചി എനിക്കും തന്ന ടേസ്റ്റ് അവിടുന്ന് ടേസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ വേറെ കടയിൽ പോയിട്ട് ഒരു സ്ട്രോബെറിയുടെ സാധനം ഓർഡർ ചെയ്തു. സാധനത്തിന് 12 euro ആണ്. പക്ഷെ വിശപ്പ് മാറിയില്ല. കിട്ടിയ സാധനം കഴിച്ചിട്ട് ഇയാളുടെ പാട്ടും കേട്ട് കുറച്ചേരി പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഗിറ്റാറും പിടിച്ച് ആൾക്കാർ ഇരിക്കണ കണ്ടായിരുന്നു. കുറച്ചങ്ങ് നടന്നപ്പോഴേക്കും ഒരു ആൾക്കൂട്ടം. എല്ലാവരും ഫോട്ടോ എടുത്ത് സന്തോഷം നോക്കിയിരിക്കണത് ഈ കൊച്ചിറക്കം മുള്ളണതാ. എല്ലാരും നിൽക്കണ കൂട്ടത്തിൽ ഞാനും പോയി കുറച്ചേരം നോക്കിയിരുന്നു. ചില സ്പെഷ്യൽ ഡേയ്സിൽ ചില ഡ്രസ്സൊക്കെ കുടിപ്പിച്ച് ബിയറും വൈനും ചോക്ലേറ്റ് മിൽക്ക് ഒക്കെ ഇരിക്കും ആ വെള്ളത്തിന് പകരം പോവുക. പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മെയിൻ വേറൊരു സാധനമാണ് ചോക്ലേറ്റ്. ഞാൻ കഷ്ടപ്പെട്ട് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഇവർ ഈസി ആയിട്ട് ഇപ്പുറമുള്ള മാപ്പ് നോക്കി പോണുണ്ടായി. അങ്ങനെ അവര് പോണ വഴി കൂടെ ഞാനും പോയി. പോണ വഴി കിടത്തിയ ഏഷ്യന്റെ രൂപമൊക്കെയാണ് കണ്ടത്. അത്യാവശ്യം യൂറോപ്യൻ കൾച്ചർ പ്രസന്റ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത്. വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ തിരിച്ചു പോകാൻ എനിക്കൊരു ട്രെയിൻ കിട്ടി. സെയിം യൂത്ത് ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി.